ഇനി പരീക്ഷയുടെ കാലമാണ്. എല്ലാവരും SSLC പരീക്ഷയുടെ തയ്യാറെടുപ്പിലും രക്ഷിതാക്കളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലുമാണ്. ഇന്നിപ്പോൾ ലാംഗ്വേജ് 1 ആണ് ആദ്യ ദിവസത്തെ പരീക്ഷ. മാർച്ച് 30-നാണ് പരീക്ഷ അവസാനിക്കുന്നത്. വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇപ്പോൾ പരീക്ഷ എഴുതാൻ വേണ്ടി ക്ലാസ് മുറിയിലേക്ക് കയറിയിരിക്കുകയാണ്. അധ്യാപകരെ പോലെ തന്നെ രക്ഷിതാക്കളും ഇത്തവണത്തെ പരീക്ഷയിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. നമുക്കപ്പം രക്ഷിതാക്കൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? രക്ഷിതാവാണോ? അല്ല, ഞങ്ങളുടെ ടീച്ചറാണ്. നമ്മൾ പരമാവധി എല്ലാ കുട്ടികളെയും ക്ലാസ്സിൽ എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. എല്ലാ കുട്ടികളും എത്തിയോ? വന്നുകൊണ്ടിരിക്കുന്നു, അതാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര മണിക്ക് കൃത്യം പരീക്ഷ തുടങ്ങും? പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുക 10 മണിയാണ്, പക്ഷേ ഒരു 9 മണിക്കാണ് കുട്ടിയോട് എത്താൻ പറഞ്ഞത്. അപ്പോൾ എല്ലാ കുട്ടികളെയും 462 കുട്ടികളെയും പരീക്ഷയ്ക്ക് എത്തിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ടെൻഷന്. കുട്ടികൾക്ക് ടെൻഷനുണ്ടോ? എങ്ങനെയാണ്? കുട്ടികൾ പാഠപുസ്തകം മാറിയതിൻ്റെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ മോഡലൊക്കെ മാറിയതിൽ ചെറിയ ടെൻഷനുണ്ട്. അങ്ങനെയാണെങ്കിൽ പരമാവധി ധൈര്യമായിട്ട് മക്കൾ മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. മുഴുവൻ കുട്ടികളും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയോട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും പരീക്ഷയുടെ തയ്യാറെടുപ്പൊക്കെ തന്നെ നേരത്തെ തന്നെ പൂർത്തിയായതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ വിജയ പ്രതീക്ഷയും രക്ഷിതാക്കൾക്ക് ഉൾപ്പെടെയുണ്ട്. രക്ഷിതാക്കൾ ഉൾപ്പെടെ നമ്മൾ ചേരുന്നുണ്ട്. ഇത്തവണ എങ്ങനെയാണ് പരീക്ഷ പ്രതീക്ഷ? എങ്ങനെയാണ് കുട്ടികളുടെ പരീക്ഷ? കുട്ടികൾ ആത്മവിശ്വാസത്തോടുകൂടെ തന്നെ നേരിടും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും കുട്ടികൾക്കുള്ള എല്ലാ സപ്പോർട്ടും എക്സ്ട്രാ ക്ലാസ്സുകളും എല്ലാം കൊടുത്ത് അവരെ കോൺഫിഡൻ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം കുട്ടികളിലുമുണ്ട്. അവരും നന്നായി തന്നെ പരീക്ഷയെ നേരിടും എന്നാണ് വിശ്വസിക്കുന്നത്. വിജയപ്രതീക്ഷയൊക്കെ നേർന്നിട്ടാണോ വിട്ടത്? തീർച്ചയായിട്ടും. പിന്നെ എല്ലാ വിജയപ്രതീക്ഷകളും ആത്മവിശ്വാസത്തോടുകൂടെ മനസാന്നിധ്യത്തോടെ എക്സാം എഴുതട്ടെ എന്ന് തന്നെയാണ് അവർക്ക് ആശംസകൾ നേർന്നിട്ടുള്ളത്. കൂടുതൽ പേര് ഇവിടെ ഉണ്ട്. പരീക്ഷ കഴിയുന്നവരോട് നിൽക്കാനുള്ള പ്ലാനാണോ? അതെ, പരീക്ഷ കഴിയുന്നവരോട് നിൽക്കണം എന്നാണ്. മക്കളിപ്പോൾ പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ പ്രാർത്ഥനയോടെ കൂടെ നിൽക്കുകയാണ് നമ്മൾ. അവരെക്കാണ് ടെൻഷൻ, ഞങ്ങൾക്കാണ് ടെൻഷനില്ല. മക്കൾ പൂർണ്ണ വിശ്വാസത്തോടെ കൂടി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്കാണ് ടെൻഷൻ. ടെൻഷൻ്റെ കാര്യമില്ല, പക്ഷെ നമ്മളൊരു പാരൻസ് എന്ന നിലയിലുള്ള ഒരു ടെൻഷനാണ്. അഭ്യൂഹങ്ങളും കേൾക്കുന്നുണ്ടല്ലോ, ബുക്ക് മാറിയതുകൊണ്ട് ന്യൂ ആയിട്ട് എഴുതാൻ പോവല്ലേ മക്കൾ, അതിൻ്റെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക്. വേറെ വലിയ വിജയം ഉണ്ടാകും. അത് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പറഞ്ഞ പോലെ ചെറിയ ടെൻഷൻ ഉണ്ട്. പാഠപുസ്തകം മാറിയതിൻ്റെ ചില ടെൻഷൻ അധ്യാപകർക്കും ഒപ്പം ഇത്തരത്തിലുള്ള രക്ഷിതാക്കൾക്കുമുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ എന്തായാലും വളരെ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ വിജയപ്രതീക്ഷ കൂടുതൽ ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ്. ഞാനിപ്പോൾ കോഴിക്കോട് നടക്കാവ് സ്കൂളിലാണുള്ളത്. നമുക്ക് കാണുന്നത് പോലെ മനോഹരമായ സ്കൂളാണ്. അതുകൊണ്ട് തന്നെ സ്കൂളും അതിൻ്റെ അന്തരീക്ഷമൊക്കെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ്. ആ രീതിയിൽ പരീക്ഷയും കൂടി അത് ഗുണകരമായി ബാധിക്കുമെന്നുള്ള പ്രതീക്ഷ വിദ്യാർത്ഥികൾക്കുണ്ട്. എന്നാൽ ഇപ്പോൾ പരീക്ഷയുടെ അവസാനഘട്ട തയ്യാറെടുപ്പ് കഴിഞ്ഞ് വിദ്യാർത്ഥികളൊക്കെ തന്നെ പരീക്ഷ ഹാളിലേക്ക് കയറുകയാണ്. ഉച്ചയോടുകൂടി തന്നെ ഇന്നത്തെ പരീക്ഷ അവസാനിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ ദിനം ലാംഗ്വേജ് 1 ആണ് പരീക്ഷ. മാർച്ച് 30 വരെയാണ് SSLC പരീക്ഷ നടക്കുന്നത്. ഒപ്പം നാളെ +2 ഹയർ സെക്കൻഡറിയും ഒപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളും നാളെ നടക്കും. എന്തായാലും വിദ്യാർത്ഥികളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിൽ ഇത്തവണത്തെ പരീക്ഷയിലേക്ക് കടന്നിരിക്കുകയാണ്. സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ ശരത് റിപ്പോർട്ടർ കോഴിക്കോട്.